ഇവിടെ ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. ബാ പോവാ. ഹലോ. ഹായ് അർജുൻ. അതെ, പപ്പ എത്താറായോ? കുറച്ചു മുമ്പ് വിളിച്ചപ്പോ ഉടനെ എത്തും പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എവിടെയായിരുന്നു? ഞാൻ കുളിക്കായിരുന്നു നീ വിളിച്ചപ്പോ. നീ അവിടെ ഒറ്റയ്ക്കാണല്ലേ? ഉം? ഞാൻ അങ്ങോട്ട് വരട്ടെ? ഓ വേണ്ട, വെറുതെ ഒരു കൂട്ടിന് വരാതെ. വേണ്ടെന്ന്. ഓക്കെ. എടാ ഒരു മിനിറ്റ്, പുറത്ത് കരുളുകാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് ഒന്ന് തിരിച്ചു വിളിക്കാം. മിണ്ടിപ്പോരുത്. ഡിസംബർ 25 ഓർമ്മയുണ്ടോ? പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനിവിടെ തനിച്ച. നീ വേഗം ഇറങ്ങി പോ നോക്ക്. നിന്റെ അപ്പനെ ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടതെല്ലാം നിനക്ക് തരാൻ പറ്റുമോ? നിനക്കെന്താ ഭ്രാന്തായോ? ഓ, എനിക്ക് ഭ്രാന്താണെന്ന് നിനക്ക് അറിയാൻ പാടില്ലാത്ത പോലെ. ഓടി വെച്ചു അവിടുന്ന്. നീ ഇവിടെ ഇഷ്യൂ ഉണ്ടാക്കാതെ ഇറങ്ങി പോവാൻ നോക്ക്. അലിഷ, ഞാനിവിടെ എന്ത് ഇഷ്യൂ ഉണ്ടാക്കിയെന്നാ നീ പറയുന്നത്? അഥവാ ഞാൻ പോയില്ലെങ്കിൽ നീ ഇപ്പം എന്ത് ചെയ്യും? ഞാനിവിടെ കിടന്ന് ബഹളം വെച്ച് ആളെ കൂട്ടും. അലിഷ, നാട്ടുകാർ കേൾക്കും. നീ എന്തേ പറയുന്നത്? നീ വെച്ച് നോക്കണ്ട, ഞാൻ വെച്ച് നോക്കാം. കേക്കട്ടെ? നാട്ടുകാർ കേൾക്കും. നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് നിന്നോട് സംസാരിക്കണം. എടാ, ഇപ്പം അതിനെ പറ്റിയ സമയമല്ല. നമുക്ക് വേറൊരു ദിവസം സംസാരിക്കാം. അലിഷ, നിന്നെ ഒരാഴ്ചയായിട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കുകയല്ലേ. എത്ര മെസ്സേജ് അയച്ചു? നീ ഒന്നിനെങ്കിലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് മറ്റൊരു ദിവസം ഉണ്ടാക്കാന്നല്ലേ? എടാ, വിളിച്ചെടുത്തില്ലെന്ന് കരുതി എന്തിനെങ്ങനെ തുരിതര വിളിക്കുകയും മെസ്സേജ് ചെയ്യുന്നത്? ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറയണം? ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടാണ് തോന്നുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ? മുഖത്ത് നോക്കി സംസാരിക്കുന്നു. എടാ, അങ്ങനെ പിടിച്ചു വാങ്ങാൻ കഴിയുന്നതല്ല സ്നേഹം. എന്നെ തേച്ചിട്ട് വേറൊരുത്തനോട് പോകുന്നാലോടി നിന്റെ പിടിച്ചു വാങ്ങിക്കുന്ന സ്നേഹം? എടാ, അങ്ങനെയല്ല. പിന്നെ എങ്ങനാ? You are a very toxic person and I can't tolerate this. എന്താടി പറഞ്ഞേ? You are a very toxic person and I can't tolerate this. ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവാത്തോണ്ടാ വീണ്ടും എന്താന്ന് ചോദിക്കുന്നത്. വീണ്ടും ഇംഗ്ലീഷ്. മലയാളത്തിൽ ഇങ്ങോട്ട് പറ. നിന്നെ പോലൊരു വൃത്തിയോടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നുകൂടെ ഞാൻ മറത്തിയാലുണ്ടല്ലോ തീർന്നു. മയിലേ, ഹലോ. ആ പപ്പ എവിടാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പപ്പ ഒന്ന് വേഗം വാ. അതെ, ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. നീ ഇരിയടി, ഒരു ചീർസ് അടിച്ചൊരു ബെക്കടിക്കാന്നേ. എനിക്ക് വേണ്ട. ഇരിക്കടി. നേരത്തെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഞാൻ മുമ്പ് നിന്റെ കൂടെ നടിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ എനിക്കതിന് പറ്റില്ല. ചുമ്മാ ഡയലോഗ് അടിക്കാതെ അടിക്കും മോളെ. എനിക്ക് വേണ്ടെന്നാ പറഞ്ഞേ. അടിക്കാൻ ചുമ്മാ.
വേണം മോളെ. നിന്റെ ഈ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല. നീ എന്താണ് ഒരു കാര്യമില്ലാതെ ഇപ്പൊ പേടിക്കുന്നത്? ഈ ഇടയ്ക്കായിട്ട് ഭയങ്കര പേടിയൊക്കെ ആണല്ലോ മോക്ക്. പിന്നൊരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നു. മറ്റേ പ്രപ്പോസലിന്റെ കാര്യം എന്തായി? പ്രപ്പോസലോ? ആ ഏത് പ്രപ്പോസൽ? കേട്ടിട്ടില്ലാത്ത പോലെ. എടി മറ്റേ റാന്നിക്കാരൻ്റെ കാര്യം. ഏത് റാന്നിക്കാരൻ? നിന്നോട് ഇതൊക്കെ ആരാ പറയുന്നത്? ആരെങ്കിലും പറയുന്നതും കേട്ട്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞതല്ല. നിന്റെ മറ്റേ അവളുണ്ടല്ലോ കൂട്ടുകാരി ഗീതു, അവള് പറഞ്ഞതാ. ഓ ഗീതു. അവള് നമ്മൾ കോളേജിൽ നിന്ന് ട്രിപ്പ് പോയപ്പോ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞ ടീമാ. അപ്പോ ഗീതു വെറുതെ പറഞ്ഞാണോ? ആണോ? സോറിയടി മോളെ, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. ടൂറിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. അവൾ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. എവിടാണ് നീ? എവിടാന്ന്? തുറക്കടി, തുറക്കാൻ തുറക്കടി പട്ടി. എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്ത്? 5 വർഷത്തോളം നിന്നെ ജീവനെ കണ്ട് സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? എപ്പോഴാടി നായ നീ എന്നെ സ്നേഹിച്ചേ? അങ്ങനെ സ്നേഹിച്ചിരുന്നെങ്കിൽ നീ കണ്ടവനെ കെട്ടാൻ സമ്മതിക്കോ? സമ്മതിക്കോടി? എല്ലാത്തിനും കാരണം നിന്റെ ഈ സ്വഭാവം. എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസാ നീ സ്വന്തമായിട്ട് തന്നെ ഇല്ലാതാക്കി കളഞ്ഞത്. ഇങ്ങനെ ലൈഫിൽ ഒന്നും ആവാൻ പറ്റാത്ത ഒരാളെ എങ്ങനെയാണ് ഞാൻ വീട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഞാൻ അവരുടെ അടുത്ത് എന്ത് പറയും? പറ. എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ കാത്തിരിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും പ്രതീക്ഷ എനിക്ക് തന്നിട്ടുണ്ടോ? അലിഷ, ഞാൻ എന്നെപ്പറ്റി മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. നിന്റെ അവസ്ഥയെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ല. എനിക്കറിയാം ഞാൻ നിനക്ക് പറ്റിയ പയ്യനല്ലെന്ന്. ഇപ്പം നീ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വ്യക്തമായി. ഇനി ഞാൻ വരില്ല. ഡാഡി വന്നല്ലേ? കുഴപ്പമില്ല, ഞാൻ ഞാൻ വിളിക്കാം. സർപ്രൈസ്. എന്തു പറ്റി? മോകാകെ വരണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ലേ വരണ്ടെന്ന്. താൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനാ പറഞ്ഞ വരാൻ ലേറ്റ് ആവുന്നു. താൻ എന്നെ കണ്ട ഷോക്കിലിരിക്കുകയാണ് ഇപ്പോഴും. അത്
സർപ്രൈസ്. ഹാപ്പി ക്രിസ്മസ്. ഇതാണല്ലോ എന്നോട് വരണ്ടാന്ന് പറഞ്ഞത്. എടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്ക് നീ വിചാരിക്കുന്ന പോലല്ല. എനിക്കൊന്നും അറിയില്ലായിരുന്നു. സന്തോഷ സൂചകമായി തന്നത് സ്വീകരിച്ചു ബാലകരാജം പോകുന്നു. ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. ലാ 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 ലാ.